പ്രിയ കൂട്ടുകാരെ, വീണ്ടും ഒരു ആന്ധ്ര യാത്രയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഞാൻ കോട്ടയത്ത് നിന്ന് ആന്ധ്രാപ്രദേശ് നെല്ലൂരിലേക്കൊരു യാത്രയാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് പഠിക്കുന്നത് ആന്ധ്ര നാരായണ കോളേജിലാണ്. അവിടെ ഒരു പേരൻസ് മീറ്റിംഗ് ആണ്. അതിന് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. വൈഫ് കോട്ടയത്ത് തന്നെ കൊണ്ട് വിട്ടതേ ഉള്ളൂ. അവിടുന്ന് ഞങ്ങൾ കുറച്ച് കുട്ടികളുടെ പേരൻസുകളാണ് കോട്ടയത്തു നിന്ന് പോകുന്നത്. പക്ഷേ ഞങ്ങൾ കോട്ടയം റെയിൽവേ ചെന്നപ്പോഴത്തേന് ധാരാളം കുട്ടികളുടെ പേരൻസ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരും എല്ലാം ആന്ധ്രയിലേക്കാണ്. അപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ച് ആന്ധ്രയിലേക്ക് പോവുകയും അവിടുത്തെ സ്കൂളിൽ നടന്ന പേരൻസ് മീറ്റിങ്ങും പിന്നെ ആന്ധ്രയിലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണണം. കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് വീഡിയോ ചെയ്തത്. ഞങ്ങൾ കോട്ടയത്തു നിന്ന് 3 മണിക്കുള്ള കേരള എക്സ്പ്രസ്സിലാണ് യാത്ര തിരിച്ചത്. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ചിങ്ങവനം സ്വദേശികളായ റജിയും ഷിബുവും അതുപോലെ തിരുവഞ്ചൂരുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് ജോമോന്റെ മകൻ ജോനാഥും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു കമ്പാർട്ട്മെന്റില്. ബാക്കിയുള്ള പുതുപ്പള്ളിക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇരവനല്ലൂരുള്ള രാജേഷ് ഉണ്ടായിരുന്നു, പിന്നെ മാങ്ങാനത്തു നിന്നുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരുണ്ടായിരുന്നു, തോട്ടയ്ക്കാട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും അവിടെ വെച്ച് പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. ഞാൻ പിന്നെ രാത്രിയിൽ ഞങ്ങൾ പെട്ടെന്ന് ഭയങ്കര തിരക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. അന്നേരം ഇത് തിരുപ്പതിയിലാണ്, ഭയങ്കര തിരക്ക്. അതേസമയം അതുവരെ ട്രെയിനെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തിരുപ്പതിയിൽ വന്നപ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം, രാത്രി ഏകദേശം 12 മണിയോളം ആയപ്പോഴത്തെ കാഴ്ചയാണ്. ഇവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലവുമാണ് ഈ തിരുപ്പതി. അപ്പം നമ്മുടെ ട്രെയിൻ രാവിലെ 7 മണിയാകുമ്പോഴത്തേനാണ് നെല്ലൂർ എത്തുമെന്ന് കാണിക്കുന്നത്. ഇത് കേരള എക്സ്പ്രസ് മിക്കപ്പോഴും കറക്റ്റ് സമയം പാലിച്ച് പോകുന്ന ഒരു ട്രെയിനാണ്. അത് തന്നെയല്ല, നമുക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ട്രെയിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ നമുക്ക് സൗകര്യങ്ങളും വൃത്തികളും ഒക്കെ കേരള എക്സ്പ്രസ്സിലുണ്ട്. നല്ല തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. പക്ഷെ ഞങ്ങൾ കിടന്ന കമ്പാർട്ട്മെന്റിൽ അങ്ങനെ വലിയ തിരക്ക് ഒന്നും കണ്ടില്ല. ബാക്കിയുള്ളിടത്തൊക്കെ ഭയങ്കര തിരക്കായിട്ടുള്ളത് ഞാൻ ഇടയ്ക്ക് അവിടെ നോക്കിയായിരുന്നു. അപ്പം ആന്ധ്രയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ വീഡിയോയിൽ കോളേജിൽ പോകുന്ന വീഡിയോയും മോളെ കൊണ്ടാക്കാൻ പോകുന്നതും ഒക്കെ ആയിട്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഇത് പ്രധാനമായിട്ടും ഇപ്പം ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പം മലയാളികൾ ആന്ധ്രയിലേക്ക് പോക്കില്ല. കാരണം മലയാളി കുട്ടികളെ അവിടെ എടുക്കുന്നില്ല കോളേജിൽ. ആന്ധ്രയിൽ എങ്ങും എടുക്കുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടുത്തെ എന്തോ ഗവൺമെന്റിന്റെ പുതിയ നിയമം അനുസരിച്ച് അവിടുത്തെ കുട്ടികൾക്കാണ് ഇപ്പോൾ അവർ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാച്ച് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോളൊക്കെ പഠിക്കുന്ന ബാച്ച് കൊണ്ട് മലയാളി കുട്ടികളുടെ ആ ബാച്ച് തീരുകയാണ്. അപ്പം പേരൻസും എല്ലാമായിട്ട് ഞങ്ങൾ ഏകദേശം 100-100ഓളം പേരുണ്ട്. വിവിധ ട്രെയിനുകളിലായിട്ട് ഇത് കഴിഞ്ഞിട്ട് ശബരിയുണ്ട്. ശബരിയിലും എല്ലാ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആന്ധ്രയിൽ രാവിലെ 7 മണി 8 മണിയോടെ ഹോസ്പിറ്റലിലെത്തും. അപ്പം അവിടെ വെച്ച് എല്ലാവരെയും കാണാൻ പറ്റും. അപ്പം യാത്രയുടെ തിരക്കും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഒരു ഒച്ചയും ബഹളവും എല്ലാം കേട്ട് എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടത് തിരുപ്പൂർ വെച്ചാണ്. ആന്ധ്രാപ്രദേശിലേക്കുള്ള ഈ യാത്ര എന്നെപ്പോലെ തന്നെ ഒരുപാട് മലയാളികൾ പോയതാണ്. കാരണം ഒരുപാട് കുട്ടികൾ പഠിച്ച കോളേജാണ് ശ്രീനാരായണ നഴ്സിംഗ് കോളേജും നാരായണ നഴ്സിംഗ് കോളേജും. അങ്ങനെ 2 നഴ്സിംഗ് കോളേജുകളിലാണ് അവിടെ ഉള്ളത്. അത് ശ്രീനാരായണ നഴ്സിംഗ് കോളേജിലാണ് എൻ്റെ മോള്. അപ്പം അവിടുത്തെ പേരൻസ് മീറ്റിംഗ് ആണ് ഇന്ന് വെച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഞങ്ങൾക്ക് ധാരാളം സമയമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്. അപ്പം ട്രെയിനിൽ അറിയാമല്ലോ, ശരിക്കും ഉറക്കമൊക്കെ കിട്ടാൻ പാടാണ്. കാരണം മിക്കപ്പോഴും ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഓരോ ബഹളമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരും. അതിന് തന്നെയല്ല, അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഇത് ട്രെയിൻ യാത്രയിൽ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരുപാട് മോഷണങ്ങൾ നടക്കുന്നുണ്ട് ട്രെയിൻ യാത്ര. നമ്മുടെ കൺമുന്നിൽ നിന്ന് ഓരോ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് കാണിക്കാം. അപ്പോൾ ഏറെക്കുറെ നേരം വെളുക്കാറായി വരുന്ന സമയമാണ്. അപ്പം രാത്രിയിൽ ട്രെയിനിലെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നട്ടെല്ലെന്ന് വേണം പറയാൻ. കാരണം ആ നട്ടെല്ലിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് പല പല കാര്യങ്ങൾ കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ശരിക്കുള്ള അവസ്ഥ മുഴുവൻ ട്രെയിൻ യാത്രയിലാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ നമ്മൾക്ക് ഓരോ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഓരോ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പക്ഷേ ഫ്ലൈറ്റ് യാത്രയിലും ഒന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നുമില്ല. അതൊക്കെ ഒരു ആഡംബരമാണ്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ജീവിത രീതികൾ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്കറിയാം, ട്രെയിൻ യാത്രയിലൊക്കെ കാണാം, ഇപ്പോഴും സ്വന്തമായിട്ട് ഒരു ശുചിമുറി സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ധാരാളം ആൾക്കാർ ഇപ്പോഴും ഈ ട്രാക്കിൻ്റെ പരിസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ രാജ്യം പുരോഗതിയുടെ അതിവേഗ പാതയിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാലും പക്ഷെ നമ്മൾ നേർക്കാഴ്ചയാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴും പുരോഗതി പ്രാപിച്ചിട്ടില്ലെന്ന് വരെ നമുക്ക് തോന്നും. കാരണം അതുപോലെ മാലിന്യങ്ങൾ നിറഞ്ഞ കുപ്പത്തൊട്ടികളൊക്കെ ഓരോ മനുഷ്യനെയൊക്കെ താമസിക്കുന്നതും ചെറിയ കുടിലുകളെ, ഷെഡുകളെ, അതുപോലെ വെറുതെ ഷീറ്റ് മാത്രം മറച്ചുകൊണ്ട് താമസിക്കുന്ന ആൾക്കാരും, അങ്ങനെ നിരവധി കുട്ടികളൊക്കെ ഈ ട്രാക്കിന് സമീപത്ത് മണ്ണ് വാരി നടക്കുന്നതും എല്ലാം നമ്മൾ ഈ ഒരു ട്രെയിൻ യാത്രയിൽ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ എനിക്കുള്ളത്, നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് മലയാളികളാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളവരും വിദ്യാസമ്പന്നരും എല്ലാം തികഞ്ഞവരും മലയാളിയെന്ന് അഹങ്കരിക്കുന്നവർ. മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പം ഇവർ അതീവ ദരിദ്രരാണെന്ന് പറഞ്ഞാൽ പോലും നാട് ഓരോ ദിവസവും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ആന്ധ്രയിലേക്ക് പോകുമ്പോൾ ഓരോരോ മാറ്റങ്ങൾ, പുതിയ പുതിയ പാലങ്ങളെ, മേൽപ്പാലങ്ങളെ എന്ന് വേണ്ട ഇല്ലാത്ത ഓരോ എന്തെങ്കിലും പുതിയ പുതിയ നിർമ്മാണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നേരം പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരൊക്കെ ചെല്ലുമ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്ക് വഴി തെറ്റിപ്പോകും. കാരണം അത്രയ്ക്കും വികസനമാണ് ബാംഗ്ലൂരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും എട്ടാം വട്ടത്തും കിടക്കുന്നത് ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെയാണെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ നാട് മാത്രമേ, അതിൻ്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ. മറ്റുള്ള മുന്നോട്ടുള്ള തലമുറയുടെ അവരുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നും നമ്മുടെ കോട്ടയം, ഒത്തിരി പേരെന്നോട് പറഞ്ഞു കോട്ടയം റെയിൽവേ സ്റ്റേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം യാതൊരു മാറ്റവും ഇല്ല അന്നും ഇന്നും. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു പുതിയ പാലം, പഴയ കാലത്ത് ഒരു പാലം പൊളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ട്. അപ്പുറം ഒരു മേൽപ്പാലം വന്നിട്ടുണ്ട്. എങ്കിലും വാഹന പാർക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ഇന്നും അതിന് സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ പാർക്കിങ് ഇപ്പോഴും വഴിയിലൊക്കെയാണ് മിക്ക ആൾക്കാരും വാഹനം പാർക്ക് ചെയ്യുന്നത്. പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുന്നവരും കുറഞ്ഞു വരിക കോട്ടയത്ത്. അപ്പം നേരം പുലരുകയാണ്. അപ്പം നമ്മൾ നെല്ലൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സീസണൊക്കെ വരുന്ന സമയത്താണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ വാഹന പാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാഗമ്പടത്തോട്ടും എല്ലാ വാഹനങ്ങളും റോഡ് സൈഡിലും എല്ലായിടത്തും അപ്പുറം ഇപ്പുറം എല്ലാം കൊണ്ടിടുക. അല്ലാതെ ഒരു സൗകര്യവും റെയിൽവേ ശരിക്കും പറഞ്ഞാൽ യാത്രക്കാരെ കോട്ടയത്ത് ശരിക്കും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തെ റെയിൽവേ. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആഹാര സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെയാണ്. അരിയൊക്കെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പന്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നൊക്കെയാണ്. ഇവിടെയൊക്കെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് കൃഷിയൊക്കെയായിട്ട് ഉള്ളത്. കൃഷിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെയാണ് തമിഴ്നാട്, ആന്ധ്ര, കർണാടക,
മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഓരോ വർഷം ചെല്ലുന്തോറും കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിന് അവർ പ്രോത്സാഹനം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ അവരൊക്കെ നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട്. കർഷകർ ഒന്നിനൊന്നിന് അധപ്പതിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട് ഓരോരോ പുതിയ പാലങ്ങളുടെയൊക്കെ നിർമ്മാണങ്ങളെല്ലാം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശ് നെല്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പം നമുക്ക് ട്രെയിനിൻ്റെ അകവശത്തെ ഒരു ചെറിയ ദൃശ്യം കൂടെ കാണാം. ഈ ട്രെയിനിൽ യാത്രക്കാർ അധികവും മലയാളികളൊക്കെ തന്നെയാണ്. അപ്പോൾ പലരും ഒക്കെ ആയിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റി. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. അവരെല്ലാം ആന്ധ്ര നെല്ലൂരിലേക്കൊക്കെയാണ്. ഇവർ തോട്ടക്കാട്ടുകാരാണ്. ഇവർ മാങ്ങാനം, അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രസമായിരുന്നു യാത്ര. തിരിച്ചുള്ള യാത്ര ശകലം പ്രശ്നമുള്ള യാത്രയായിരുന്നു. അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. ഏതായാലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാനും കാര്യങ്ങൾക്കെല്ലാം നല്ല സൗകര്യങ്ങളൊക്കെ കിട്ടി. എങ്കിലും കുറച്ച് പ്രശ്നങ്ങളുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം. തിരിച്ചുള്ള യാത്രയിലെ വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ആന്ധ്രാപ്രദേശിലേക്ക് നെല്ലൂരിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. എല്ലാവരും സാധനങ്ങളെല്ലാം എടുത്ത് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തെല്ലാം റെഡിയാകുന്നു. അങ്ങനെ ഞങ്ങൾ നെല്ലൂർ ഇറങ്ങുകയാണ്. നെല്ലൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. അതും ഓരോ ദിവസം ചെല്ലുന്തോറും വികസനത്തിൻ്റെ പാതയിലാണ്. അവിടെയെല്ലാം നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാനും ഷിബുവും റജിയും ജോനാഥും ഞങ്ങൾ 4 പേര്. ഇത് പുതിയ അടിപ്പാതയാണ്. ഇത് പണിതിട്ട് ഏറെക്കുറെ 1 വർഷത്തിന് മുകളിലായി. ഇപ്പം കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ അടിപ്പാത വഴിയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് സ്റ്റേഷനുള്ളിലും അതുപോലെ വെളിയിലേക്കും ഇറങ്ങാൻ പറ്റിയ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും എത്താൻ പറ്റുന്ന രീതിയിലുള്ള അടിപ്പാതയാണ്. അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അതുപോലെ ഇവിടെ ഒരു വലിയ പ്രശ്നം, ലഗേജുമായിട്ട് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചുമന്നുകൊണ്ടൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ പരിഹാരമാണ് ഈ അടിപ്പാത വന്നതുകൂടി. നമുക്ക് പെട്ടെന്ന് സ്റ്റേഷനിന് മുന്നിലെത്താൻ സാധിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷക്കാരാണ്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ നമ്മൾ ഈ ബാർഗെയിൻ ചെയ്താണ് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത്. അവരൊരു തുക പറയും, നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതനുസരിച്ചാണ്. ഏതായാലും ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ 6 പേരാണ് ഓട്ടോയിൽ കയറുന്നത്. അപ്പം വന്ന് റേറ്റ് തിരക്കിയപ്പം തന്നെ 300 എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. ഒരാൾക്ക് 50 രൂപ വെച്ചല്ലേ ആകുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ 6 പേര്, 6 പേരല്ല 10 പേരോ 15 പേരുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര പേരെ അതിന് ഓട്ടോറിക്ഷയുടെ സീറ്റിനെ കൂടാതെ ഒരു ബെഞ്ച് സീറ്റും കൂടെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇരുന്ന് യാത്ര പോകാം. ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും നിയമം ഒരുപോലെയാണ്, വാഹന നിയമങ്ങൾ. പക്ഷേ ഇത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലില്ലെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിന് മാത്രമായിട്ട് കുറേ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഒരു വിധത്തിലും വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത. ടാക്സി മേഖല പൂർണ്ണമായിട്ട് നിന്നു, അതുപോലെ ഓട്ടോ മേഖലകൾ നിന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ടാക്സി ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം. ഓട്ടോറിക്ഷ മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. എവിടെ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും എത്ര പേർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ അവിടെ കൂലി കൂടുതൽ പറഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ട് പോയെന്നോ അല്ലെങ്കിൽ കൂലി കുറച്ച് ഒരാൾ വിളിച്ചുകൊണ്ട് പോയെന്നോ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. അതുപോലെ പോലീസ് പല സ്ഥലങ്ങളിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രാഫിക് പോലീസുകാരുടെ സാന്നിധ്യം വളരെ കുറവാണ്. വാഹനങ്ങൾ എങ്ങനെയൊക്കെ ഓടുന്നെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഓട്ടോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഇവിടെ വഴി യാത്ര ചെയ്തവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് നോക്കിയോ.
അവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കുത്തിക്കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ അന്നേരം എല്ലാ ആയും പൂവും കൂട്ടി തെറിവിളിയാണ്. പക്ഷെ ഇവിടെ ഒരു അനാവശ്യം പോലും ഒരു യാത്രക്കാരൻ പോലും പറയാറില്ല. കാരണം അല്ല, പിന്നെ വാഹനങ്ങളിലെല്ലാം തട്ടും മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളില്ല. പിന്നെ ഒരു ഹെൽമെറ്റ് ഇവിടെ ഉപയോഗിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. അത്യാവശ്യമുള്ളവർക്ക് മാത്രം ഹെൽമെറ്റ് വെക്കാം, അല്ലാത്തവർക്ക് വെക്കണ്ട. അല്ലാതെ അത് പോലീസുകാരൊക്കെ ഇതിലേ പോകുന്നത് ഹെൽമെറ്റ് ഇല്ലാതെയാണ്. നമ്മുടെ ഇവിടെ നാട്ടിൽ പോലീസുകാർ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ പിറ്റേ ദിവസത്തെ മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വരും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഓർക്കേണ്ടത്. നിയമം എല്ലായിടത്തും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ മാത്രം ഇല്ല? നമ്മുടെ നാട്ടില് ഈ നിയമങ്ങളുടെ അതിപ്രസരം മൂലം ഒരു കാര്യത്തിന്, ഇപ്പം പള്ളികളിലാണേലും അമ്പലത്തിലാണേലും 10 മണിയാകുമ്പോൾ ഉത്സവങ്ങൾ നടത്തി. ഇവിടെ രാപ്പകലില്ലാതെ ഉത്സവമാണ്. ഇവിടെ ഇപ്പം വിനായക ചതുർത്ഥി വരികയാണ്. അതിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനം മുഴുവൻ അതുപോലെയുള്ള ആഘോഷത്തിലേക്ക് ഒരുങ്ങുകയാണ്. കാരണം വഴിനീള ഗണപതി വിഗ്രഹങ്ങൾ ഇതെല്ലാം നിമഞ്ജനം ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെയുള്ള ആറുകളിലും എല്ലായിടത്തും കൊണ്ടുപോയി. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷമാണ് നവരാത്രി. ഇത് ഞാൻ ആന്ധ്ര വന്നപ്പം കണ്ടിട്ടുള്ളതാണ്. നവരാത്രി പൂജകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ അതിൻ്റെ അകത്തൊന്നും ഒരു ഉദ്യോഗസ്ഥന് പോലും അവിടെ ആരെയും നിയന്ത്രിക്കാനൊന്നും, അതൊക്കെ അവരുടെ ജനങ്ങളുടെ ഒരു ഉത്സവമാണ്. ആരും ഇടപെടാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിലും പെരുന്നാളുകളും എല്ലാം ഇപ്പം നടത്തുന്നത് പോലീസാണ്. കാരണം നിയമം മൂലം നമ്മളൊക്കെ അറിയാം, ഒരുപാട് സ്ഥലങ്ങളിലും അതികർശനമായ നിയമം മൂലം 10 മണിയാകുമ്പോഴത്തേന് എല്ലാവരും വീട്ടിൽ വരണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. രാപകലില്ലാതെ ആൾക്കാർ ഒഴുകുന്നു. അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് കേരളം വിട്ട് എല്ലാവരും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇത് കണ്ട വഴിയോരങ്ങളിൽ ആൾക്കാരിയ്ക്കുന്നു, അവിടെ ഇരുന്ന് കള്ള് കുടിക്കുന്നവരെയുണ്ട്. അതെല്ലാം അവിടെ പോലീസും പിടിക്കത്തില്ല, ഒന്നുമില്ല. അതുപോലെ ലിക്കർ ഷോപ്പുകളൊക്കെ ആണെങ്കിലും ഇത് കണ്ടോ, ഒരു മനുഷ്യന് ഹെൽമെറ്റ് ഇല്ല. നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഇവിടെയാണെന്നുണ്ടെങ്കിൽ അന്നേരം പിറ്റേ ദിവസം അന്നേരം തന്നെ ഇവിടെ ട്രാഫിക് ഉദ്യോഗസ്ഥരൊന്ന് ഫോട്ടോ എടുത്ത് അന്നേരം തന്നെ ഫൈൻ ചാർത്തി. ഇതുണ്ട് ഇവിടെ എല്ലാം ഗണേശ വിഗ്രഹങ്ങളെല്ലാം ഇഷ്ടംപോലെ, എല്ലാം വലിയ ഇതൊക്കെയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം കണ്ടത് ക്രെയിനിലൊക്കെയാണ് വിഗ്രഹങ്ങൾ എടുത്ത് കയറ്റുന്നത്. അതുപോലെയാണ് ഇവിടുത്തെ ആഘോഷം. അപ്പം അതുപോലെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു റോഡ് നല്ലതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്കറിയാം, അപകടങ്ങൾ ഇതുപോലെ തിരക്കുണ്ട്. ഹെൽമെറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇവിടെയൊക്കെ അങ്ങനെ നമ്മുടെ നാരായണ കോളേജിൻ്റെ മുൻവശത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഓട്ടോറിക്ഷയിൽ ആൾക്കാരുടെ എണ്ണത്തിനാണ് റേറ്റ് പറഞ്ഞ് കയറ്റുന്നത്. ഒരാൾക്ക് ഇത്ര രൂപ പറഞ്ഞാണ് കയറ്റുന്നത്. അതുപോലെ ഡ്രൈവറിൻ്റെ സീറ്റിൽ തന്നെ 3-4 പേരൊക്കെയാണ് ഇരിക്കുന്നത് കണ്ടത്. ഇവിടെയൊന്നും അവിടെ നമ്മുടെ നാട്ടിൽ ഒരാൾ കയറിയെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ദിവസം മുഴുവൻ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ സ്റ്റേഷനിൽ പോയി നിൽക്കണം. ഇവിടെ അങ്ങനെയുള്ള ഒന്നുമില്ല. ഇതൊരു ക്ഷേത്രമാണ്, കോളേജിൻ്റെ മുന്നിലുള്ള ദേവീക്ഷേത്രമാണ്. ഇവിടുത്തെ നവരാത്രിയുടെ സമയത്താണ് ഇവിടുത്തെ മെയിൻ പൂജകൾ. അങ്ങനെ നമ്മൾ കോളേജിൻ്റെ പ്രധാന കവാടത്തിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ളൊരു കോളേജാണ്. അതുതന്നെയല്ല, ഇതിൻ്റെ അകത്ത് മെഡിക്കൽ കോളേജും ഉണ്ട്, ജനറൽ ആശുപത്രിയുണ്ട്. അതുപോലെ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഒരു ധാരാളം ഏക്കർ സ്ഥലത്തിൻ്റെ അകത്താണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നാരായണ മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് കുട്ടികളുടെ ഹോസ്റ്റലിൽ എങ്ങോട്ടാണ്. അവിടെ നമുക്ക് പിന്നെ വിസിറ്റേഴ്സിന് ഒരു റൂമൊക്കെ അവരവിടെ ഉണ്ട്. വന്നു വരുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാനും എല്ലാ സൗകര്യങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അവിടെ പോയി നമുക്കൊന്ന് രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ നേരെ ഹോസ്റ്റലിൻ്റെ മുന്നിലുള്ള റൂമിലേക്കാണ് പോകുന്നത്, വിസിറ്റേഴ്സ് റൂം. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൻ്റെ മുന്നിലുള്ള വിസിറ്റേഴ്സ് റൂമിൽ വന്നു. ഇവിടെ ഇവിടെ വന്ന എല്ലാവരും മലയാളികളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം അവിടെ നിന്ന് നമ്മളെ കാണാൻ വരികയും അന്നേരം വൈഫ് അവരുമായിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം വൈഫിനെ വിളിച്ച് വീഡിയോ കോളിൽ എല്ലാവരെയും പരിചയപ്പെടുകയും കാര്യങ്ങളൊക്കെ കാണിക്കാനെന്ന്. വൈഫിനും ജോലി തിരക്കുള്ളതുകൊണ്ട് വൈഫിന് പോരാൻ സാധിച്ചില്ല. അത് ഭയങ്കര സങ്കടമാണ് ഇപ്പം പറയുന്നത്. അപ്പം ജോനാഥിൻ്റെ അമ്മ ഓൺലൈനിലുണ്ടായിരുന്നു. ജോനാഥിൻ്റെ അമ്മ കഞ്ഞിക്കുഴിയിൽ ബ്യൂട്ടി പാർലർ നടത്തിയാണ്. കഞ്ഞിക്കുഴി അറിഞ്ഞാൽ റോഡിൽ.
ജൂലി എന്നാണ് അവരുടെ പേര്. ജൂലി ബ്യൂട്ടി പാർലറിലെ പേര് അത് തന്നെയാണോ എന്ന് അറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി. അപ്പം വീട്ടിലെ കാര്യങ്ങളും എല്ലാം കുറച്ച് സമയം കൊണ്ട് എല്ലാം ചോദിക്കുകയും പറയും. ഇവിടെ തിരക്കായിരുന്നു, രാവിലെ ട്രെയിനിൽ ഇരുന്ന സമയത്തൊന്നും അധികം വിളിക്കാനൊന്നും പറ്റിയില്ല. അത് തന്നെയല്ല, ഇവിടെ നെറ്റിന് പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വേഷം, ട്രെയിനിലിട്ടിരിക്കുന്ന വേഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സൗകര്യം ബർമുടയൊക്കെയാണ്. ഇതൊക്കെ മാറി മുണ്ടൊക്കെ എടുത്ത് നമ്മുടെ നാടൻ വേഷത്തിൽ വേണം നമുക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പം നമ്മളൊന്ന് റെഡിയാകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ലേഡീസിനും ജെൻസിനും എല്ലാം ബാത്റൂമുകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പം അവിടെ ഞങ്ങൾ റെഡിയായി പെട്ടെന്ന് തന്നെ. അപ്പം കുട്ടികളും എല്ലാം ആയിട്ട് ഇതാണ് ഹോസ്റ്റല്. കുട്ടികളുടെ എല്ലാം പേരൻസ് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്നത് ഇതുപോലുള്ള മീറ്റിങ്ങിനൊക്കെയാണ്. എൻ്റെ പെങ്ങളുടെ മോള് ശ്രീകുട്ടി അവിടെയുണ്ട്, അവർ ചക്കഞ്ചിറയാണ്. അതുപോലെ ചേട്ടൻ്റെ മോള് ആദിത്യ ഇവൻ, അവരും ചക്കഞ്ചിറയാണ്. പിന്നെ വൈഫിൻ്റെ ചേച്ചിയുടെ മോള്, അവരും ചക്കഞ്ചിറ പേരുക്കുന്നാണ്, അഹല്യ പ്രസാദ് ഉണ്ട്. പിന്നെ വെട്ടത്തൂരിലുള്ള സുഹൃത്ത് ഗോപൻ്റെ മോള് ഗൗതമിയുണ്ട്. പിന്നെ ബന്ധുവായ സരിതയുടെ മകള് നന്ദന ദിലീഷ്, അവർ ചിങ്ങവനാണ്. അതുപോലെ ചിങ്ങവനക്കാരായ ഷിബുവിൻ്റെ മോള് അന്നു, അതുപോലെ ചിങ്ങവനത്തുള്ള റജിയുടെ മകൾ ആൽഫിയ, അതുപോലെ തിരുവഞ്ചൂരുള്ള ജോമോൻ്റെ മകള് ജലീറ്റ, പിന്നെ പേരൻസായ വിനോദ്, രാജേഷ്, പ്രസാദ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ വെച്ച് പരിചയപ്പെടുക. അവരെല്ലാം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ചില യാത്രകളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടാറുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചു കൂടുന്നത് ഇതാദ്യമാണ്. പിന്നെ കുറച്ച് പേരൻസിൻ്റെ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ എരമല്ലൂരുള്ള രാജേഷ്, അത് ഞങ്ങൾ കോട്ടയം തൊട്ട് ഞങ്ങളൊരു തിരിച്ചു പോരുന്നിടം വരെ അവരെല്ലാം ഒരുമിച്ച്. പിന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. നാരായണ കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പോൾ റെഡിയായ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം കുട്ടികളെയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കയറുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് ഇവിടെ സ്പെഷ്യലായിട്ട് കേരള മീൽസൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവർ റെഡിയാക്കിയിരിക്കുന്നത്. അതുപോലെ രാവിലെ ഇഡലി, സാമ്പാർ, അതുകൂടാതെ കൂടാതെ ടൊമാറ്റോ റൈസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ. ദേവി വിഗ്രഹമൊക്കെയാണ് ഇവിടെ പൂജ. എല്ലായിടത്തും ഇതുണ്ട്. ഇതാണ് മെസ്സ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള മെസ്സാണ്. കുട്ടികൾക്ക് എത്ര പേർക്ക് വേണേലും ഇരുന്ന് കഴിക്കാൻ. കുട്ടികൾ പറയും പേരൻസ് വരുന്ന അന്ന് മാത്രം നല്ല ഫുഡാന്ന് പറയും. അപ്പം നമുക്ക് ബാക്കിയുള്ള വീഡിയോകൾ മുഴുവൻ കാണാം. അപ്പം ഒരു ചെറിയ ടീ ബ്രേക്കാണ്, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. പേരൻസ് മീറ്റിംഗ് അടക്കം എല്ലാം അടുത്ത വീഡിയോയിലുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അത് തന്നെയല്ല, ആന്ധ്രയിൽ ചെറിയ കറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നിങ്ങളുടെ കേൾവി പ്രശ്നങ്ങൾക്കായുള്ള സമഗ്ര പരിഹാരം നമ്മുടെ പുതുപ്പള്ളിയിൽ തന്നെയുണ്ട്. ഇനി കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ ഒരിക്കലും തടസ്സപ്പെടുത്തത്തില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് പുതുപ്പള്ളിയിൽ ജസ്റ്റ് ഹിയറിംഗ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നു. ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.